ഹലോ ഫ്രണ്ട്സ്, Vfamily ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എമർജൻസി മൊബൈൽ ചാർജർ ഉണ്ടാക്കാൻ പോവാണ്. സംഭവം വേറൊന്നുമില്ല, 12 വോൾട്ട് കാറിന്റെ ബൈക്കിന്റെ ബാറ്ററിയിൽ നമ്മൾ വെറും 3 കമ്പോണൻസ് മാത്രം ഉപയോഗിച്ചിട്ട് 5 വോൾട്ടാക്കി മാറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. മഴക്കാലം കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. പവർ കട്ടിന്റെ കേസ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പവർ ബാങ്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാരായി കാണും. എന്നിരുന്നാൽ കൂടി തന്നെയും പവർ ബാങ്കിനും ചാർജ് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് നമുക്ക് എങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യാം എന്നുള്ള സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 2 മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ 7805 എന്ന ഒരു IC ഉപയോഗിച്ചിട്ട് 2 കപ്പാസിറ്ററും, അതായത് വെറും 3 കമ്പോണൻസും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 12 വോൾട്ടിനെ 5 വോൾട്ടാക്കി മാറ്റുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ചാർജറുടെ ബാക്കിൽ ആയിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ പറ്റും. ആ 5 വോൾട്ട് കിട്ടുന്ന മൊബൈൽ ചാർജർ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ രണ്ടാമത്തെ രീതി ഞാൻ പരിചയപ്പെടുത്താം. രണ്ടാമത്തെ രീതി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. 7805 IC, 10 മൈക്രോഫാരഡിൻ്റെ 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ, 1 മൈക്രോഫാരഡിൻ്റെ 10 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ, പിന്നെ ബാറ്ററി കണക്ടർ, സോൾഡർ ചെയ്യാനുള്ള അത്യാവശ്യ സാധനങ്ങൾ. നമ്മുടെ ICയുടെ 3 ലെഗുകളിൽ ഒന്നാമത്തെ ലെഗിലേക്ക് 10 മൈക്രോഫാരഡിൻ്റെ പോസിറ്റീവ് ടെർമിനലും രണ്ടാമത്തെ ലെഗിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുക. ശേഷം നമ്മൾ 1 മൈക്രോഫാരഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ മൂന്നാമത്തെ ലെഗിലേക്കും നെഗറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ ലെഗിലേക്കും ഈ കാണുന്ന സർക്യൂട്ട് പ്രകാരം കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നതിനായി വയറുകൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാൻ റെഡ് വയർ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്നാമത്തെ ലെഗിലേക്ക് കണക്ട് ചെയ്യുന്നു. ബ്ലാക്ക് വയർ ഞാനതിൻ്റെ രണ്ടാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. നമുക്കിതിനെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് ബാറ്ററി ക്ലിപ്പുകൾ കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററിയിലേക്ക് കിടക്കാനുള്ള കണക്ഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുന്നതിനായി 2 വയർ മൂന്നാമത്തെ പിന്നിലേക്ക് അതിൻ്റെ പോസിറ്റീവും രണ്ടാമത്തെ പിന്നിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുക. നമ്മുടെ കണക്ഷൻ റെഡി ആയി നിറയെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ 12 വോൾട്ടിനെ 5 വോൾട്ടാക്കി മാറ്റുന്ന വോൾട്ടേജ് റെഗുലേറ്റർ. ഇത് ഞാൻ ഷോർട്ടാകാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറ്റ് സിങ്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക. അത്യാവശ്യം ചൂടാവുന്ന ഒരു IC ആണ്. അപ്പോൾ ചൂടിനെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് സിങ്കിനോടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണക്ട് ചെയ്തിട്ട് ഞാനിത് മൊബൈലിൻ്റെ ചാർജറിൻ്റെ കേസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇറക്കി വെച്ച് ഞാൻ അതിനെ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു ഡാറ്റ കേബിളിൻ്റെ പിൻ എടുത്തിട്ടുണ്ട്.
നമ്മുടെ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ വീടുകളിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിള്ളേരൊക്കെ ഉള്ളിടത്തുണ്ടാവും ടോയ്സ്. അതിൽ 3 ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന 4.5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ടോക്കി ടോമാണ് എടുത്തിരിക്കുന്നത്. മോള് കാണുമില്ലോ എന്ന് അറിയാൻ പാടില്ല, പുള്ളിക്കാരി കാണാണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് മാറ്റി വെച്ച് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ കണക്ഷൻ ചെയ്തതിന് ശേഷം ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഡയറക്റ്റ് കറണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിന് വേറെ സ്വിച്ചും കാര്യങ്ങളൊന്നും അഡീഷണൽ വരുന്നില്ല. നമുക്കിത് ഞാനിപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്നത് ജസ്റ്റ് ഇത് വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തി ഇനിയുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ക്ലിക്ക് ചെയ്യുക.